പ്രൈസലോ. കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവായ യേശുവിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 4 ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാമെന്നോർത്താണ് വീഡിയോ ആരംഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നതിന് 500 വർഷങ്ങൾക്ക് മുമ്പ് താൻ ജനിക്കുന്ന സ്ഥലം വേദപുസ്തകം രേഖപ്പെടുത്തിയിരുന്നു. നീയോ ബേത്ലഹേം എഫ്രാത്തേ, യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും എൻ്റെ ജനമായ ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടത് എനിക്ക് നിന്നിൽ ജനിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതുമാണ്. അങ്ങനെ ബേത്ലഹേമിൽ, യഹൂദയായാലും ബേത്ലഹേമിൽ യേശു ജനിക്കുമെന്ന് യേശു ജനിക്കുന്നതിന് 500 വർഷങ്ങൾക്ക് മുമ്പ് വിവാഹപ്രാർത്ഥന എഴുതി വെച്ചു. അങ്ങനെ തിരുവെഴുത്ത് എഴുതിയതുപോലെയാണ് യേശു ബേത്ലഹേമിൽ വന്നത്. ഈ 30 വെള്ളിക്കാശിന് യേശുവിനെ സ്നേഹം ഉറ്റുകൊടുക്കുന്ന സക്രിയ പ്രവാചകൻ BC 450 എഴുതി വെച്ചു. 30 വെള്ളിക്കാശിനാണ് ഉറ്റുന്നത്. ദൈവത്തിന് വെച്ചിരിക്കുന്ന വിലയാണ് 30 വെള്ളിക്കാശ്. 30 വെള്ളിക്കാശിന് യൂദ കർത്താവായ യേശുവിനെ ഒറ്റിക്കൊടുത്തു. 4ാമതായിട്ട് അവൻ്റെ ശരീരം ദ്രവത്വം കാണുകയില്ല, മണ്ണിലേക്ക് തിരിച്ചു ചേരുകയില്ല. അവൻ്റെ ശരീരം ദ്രവത്വം കാണുകയില്ലെന്ന് 16ാം സംഘത്തിൽ ദാവീദ് എഴുതി വെച്ചു. ഇസ്രായേലിൻ്റെ രാജാവായിരുന്ന ഡേവിഡ് BC 1000 എഴുതിയത്. അതേ മെശിഹ വരുമ്പോൾ മെശിഹയുടെ ശരീരം വീണ്ടും മണ്ണിലേക്ക് ചേരുകയില്ല. അങ്ങനെ മണ്ണിലേക്ക് ചേരാത്ത ശരീരത്തിൽ അവൻ അടക്കിയതുപോലെ തന്നെ, ആ കല്ലറിൽ വെച്ചതുപോലെ തന്നെ ഉയർത്തെഴുന്നേറ്റ് സ്ത്രീയന്മാരത് കണ്ടു എന്ന് ലോകത്തോട് പറയാനിടയി. അങ്ങനെ ദ്രവത്വം കാണാത്ത ശരീരത്തിലാണ് യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. 4ാമതായിട്ട് യഹൂദന്മാർ, ശാസ്ത്രജ്ഞന്മാരും മഹാപണ്ഡിതന്മാരുമായിരുന്ന യഹൂദന്മാരോട് ശാസ്ത്രീയ കാര്യങ്ങളെപ്പറ്റി യേശു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ പറഞ്ഞിട, പള്ളിക്കൂടത്തിൽ പോകാത്ത ഇവൻ ശാസ്ത്രം പറയുന്നതെന്ന് ചോദിച്ച് യേശുവിൻ്റെ നേരെ ഒരു തിരിഞ്ഞു. അപ്പോൾ യേശു പള്ളിക്കൂടത്തിൽ പോകാതെ, ഈ ലോകത്തിലൊരു ഗുരുനാഥൻ്റെ സഹായമില്ലാതെ, ഒരു അധ്യാപകൻ്റെ സഹായമില്ലാതെ, ഒരു ആശാൻ്റെ സഹായമില്ലാതെയാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഗ്രഹിച്ചു പോകുന്നത്. അതിൽ നിന്ന് അവൻ ദൈവത്തിനാണെന്നുള്ള സത്യം തെളിഞ്ഞു വന്നു. അങ്ങനെ യേശുവിനെ അവരെ കളിയാക്കിയെങ്കിലും യേശു സ്കൂളിൽ പോകാത്തവനാണ്, വിദ്യാഭ്യാസം ചെയ്യാത്തവനാണ് എന്ന് പറഞ്ഞെങ്കിൽ അവരെക്കാൾ കൂടുതൽ ശാസ്ത്രീയ വിഷയങ്ങളിൽ അറിവുള്ളവനായിട്ടാണ് യേശു ക്രിസ്തു സംസാരിച്ചത്. അങ്ങനെ യേശുവിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ തിരുവെഴുത്തുകൾ നേരത്തെ എഴുതി വെച്ചു. നമ്മുടെ ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ ജാതകം ജനിക്കുന്നതിനും എഴുതി എന്ന് പറഞ്ഞാൽ അത്ഭുതമല്ലേ. കാരണം ലോകത്തിലെ മഹാരഥന്മാരെല്ലാം ജനിച്ച് വളർന്ന് വിദ്യാഭ്യാസം ചെയ്ത ഓരോ മേഖലകൾ കീഴടക്കിയാണ് അവരുടെ പേരും പ്രശസ്തിയും ലോകം അറിയുന്നത്. എന്നാൽ അങ്ങനെയല്ല. യേശു ജനിക്കുന്നതിനും 1400 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് 35 പേരെ പ്രവാചകന്മാർ തൻ്റെ ജനന മരണ പുനരുദ്ധാനങ്ങൾ എഴുതി. അങ്ങനെ തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ആ രക്ഷകനെയാണ് ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് കർത്താവായ യേശു ക്രിസ്തു ലോകരക്ഷകൻ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. സ്തോത്രം.